ഹരിയോ എല്ലാവർക്കും ഭഗവത്ഗീതയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീതയിലൂടെ ജീവിതം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന് തെളിയിക്കുന്ന ഒരു ഉഗ്രൻ ഭാഗമാണ് ഭഗവത്ഗീതയിലെ സാങ്കേതികം. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവത്ഗീതയിലൂടെ നമുക്ക് യാത്ര തുടരാം. നമ്മൾ ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലെ 11, 12, 13 ശ്ലോകങ്ങൾ നമ്മൾ കാണണ്ടേ. അപ്പൊ ഇവിടെയൊക്കെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ മോഡേൺ സയൻസ് പറഞ്ഞതുപോലെ എനർജിയാണ് അടിസ്ഥാനം. ആ എനർജിയിൽ നിന്നാണ് എല്ലാം രൂപപ്പെടുന്നത്. അപ്പൊ ഭാരതീയ ഋഷിവര്യന്മാർ പഠിപ്പിക്കുന്നത് നമ്മൾ രണ്ട് ഊർജത്തിലാണ്. ഒന്ന് പ്രകൃതി, ഭൂമിയുടെ ഒരു ഗ്രാവിറ്റി ഉണ്ട്, അതൊരു ഊർജമാണ്. ആ ശക്തി നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ മനസ്സിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഊർജമുണ്ട്, പ്രകൃതിയുടെ ഊർജത്തിനേക്കാൾ ഉപരിയായിട്ട്. അതിനെയാണ് ഭാരതീയര് ബോധ ഊർജം അഥവാ കോൺഷ്യസ് എനർജി എന്ന് പേരിട്ടത്. പ്രജ്ഞ എന്നൊക്കെ പറയുന്ന മനുഷ്യന്റെ ബോധസത്ത. അപ്പൊ ഈ ബോധം എന്നതൊരു ഊർജമാണ്. ആ ബോധ ഊർജത്തിൽ നിന്നാണ് നമ്മുടെ ചിന്തകൾ രൂപപ്പെടുന്നത്. അപ്പൊ ചിന്തകൾക്ക് പോലും മാറ്റം വരുത്താൻ ബോധ ഊർജത്തിന് സാധിക്കും. നമ്മൾ എപ്പോഴും നമ്മളെ കരുതിയിരിക്കുന്നത് മനുഷ്യൻ കുറെ ചിന്തകളാണ്, അല്ലെങ്കിൽ മനുഷ്യനെ സ്വാധീനിക്കുന്നു ചിന്തകൾ നോക്കിയാണ്. പക്ഷെ ഈ ചിന്തകളെ മറികടക്കാനുള്ള കഴിവ് ബോധ ഊർജത്തിനുണ്ടെന്ന് ഭാരതീയ ഋഷിവര്യന്മാർ കണ്ടെത്തി. ഞാൻ അതിനെ മോഡേൺ സയൻസുമായിട്ട് ഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, എനർജിയാണ് അടിസ്ഥാനമെങ്കിൽ ആ എനർജി കൊണ്ട് നമുക്ക് പല ട്രാൻസ്ഫോർമേഷനും ഉണ്ടാക്കാൻ സാധിക്കും. എനർജിയെ നമുക്ക് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആക്കാം, നെഗറ്റീവിൽ നിന്ന് എനർജിയെ നെഗറ്റീവ് പോസിറ്റീവ് ആക്കാം. അങ്ങനെ നമുക്ക് എനർജിയിൽ നിന്നിപ്പോൾ നമ്മൾ ലൈറ്റ് കത്തിക്കുന്നു, ഇതെല്ലാം എനർജിയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അപ്പൊ എനർജിയെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. വീട്ടിൽ തന്നെ നമുക്ക് നിങ്ങൾ ഫാനായിട്ട് ഉപയോഗിക്കുന്നു, ഹീറ്ററായിട്ട് ഉപയോഗിക്കുന്നു, പല രീതിയിൽ ഇലക്ട്രിക് പവർ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ ബോധ ഊർജത്തെയും നമുക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങളുടെ സത്യത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ. ചിന്തകളെ പോലും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ബോധ ഊർജത്തെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തില്ല. കാരണം നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇപ്പൊ നമ്മൾ ആ വെറും ചിന്തകളുടെ തലത്തിൽ നിൽക്കുമ്പോൾ ദുഃഖം വന്നാൽ ദുഃഖിയായി, സുഖം വന്നാൽ സുഖിയായി, അലസി വന്നാൽ അലസനായി. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്യാരക്ടർ ഫോർമേഷൻ ആണ് നമ്മളിൽ. അത് പ്രകാരം നമ്മൾ അങ്ങനെ ജീവിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കുക ദാറ്റ് ഈസ് ട്രൂ, ഞാൻ അങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെയായി പോയി, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയേണ്ടത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ അങ്ങനെ കോംപ്രമൈസ് ചെയ്യണം. അല്ലെ നമ്മൾ ലേറ്റായിട്ട് എണീറ്റു, ലേറ്റായി കടന്ന് അങ്ങനെ ചിരിച്ച് കുറെ ഓ ഞാൻ അങ്ങനെ ആയിപ്പോയി, ഐ എം യൂസ് ടു ദാറ്റ്, ഞാൻ അങ്ങനെ ആയിപ്പോവാണ്. പക്ഷെ ഞാൻ എങ്ങനെ ആയിപ്പോയതിന് കാരണം ഞാൻ എന്നെ അങ്ങനെ ആക്കിയത് കൊണ്ടാണ്. കുറെ കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയേണ്ടി വരും, എൻ്റെ ജീവിതത്തിന്റെ പരാജയത്തിന് കാരണം ഞാനാണ്. അപ്പൊ നിങ്ങളത് പറയില്ല. അന്ന് നിങ്ങൾ പറയും എനിക്ക് ജോലി കിട്ടിയില്ല, അല്ലെ എൻ്റെ ഭാര്യ വിട്ടുപോയി, എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ ശരീരം എനിക്ക് അസുഖം വന്നു, ഇതാണ്. നിങ്ങൾ 100 റീസൺ പറയും. പക്ഷെ ഞാനാണ് എന്നെ ഇങ്ങനെയാക്കിയത്. അപ്പം പിന്നെ ഞാൻ എങ്ങനെയാക്കും, ഞാൻ എങ്ങനെ തന്നെ ഏത് രീതിയിലാക്കും? അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഞാൻ എന്ന് പറയാൻ നിങ്ങൾക്ക് പ്രേരണ തരുന്ന ശക്തിയിലാണല്ല, ഈ പ്രപഞ്ചം ശക്തിയിലാണ്, നിങ്ങളുടെ മനസ്സും ശക്തിയിലാണ്. ആ ബോധ ഊർജത്തിന് നിങ്ങളെ പരിവർത്തനം വരുത്താനുള്ള ശക്തിയുണ്ട്. നിങ്ങൾ കറണ്ടിനെ ഉപയോഗിക്കുന്നില്ല, അതുപോലെ നിങ്ങളുടെ ബോധ ഊർജത്തെ ഉപയോഗിക്കും. ആ ഊർജം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, കൃത്യനിഷ്ഠ എന്നതില്ലെങ്കിൽ ചിന്തിക്കേ വേണ്ട, നിങ്ങൾക്ക് ഈ ഊർജം പ്രയോജനപ്പെടുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഡിസിപ്ലിൻ. കൃഷ്ണനൊക്കെ പഠിപ്പിക്കുന്ന പോലെ ബ്രാഹ്മേ മുഹൂർത്തം ഇഷ്ട, ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം, ജീവിക്കണം. അപ്പോഴാണ് നമ്മുടെ ആ ശക്തി നമുക്ക് ഉണർത്താൻ സാധിക്കണം. കാരണം ഉറങ്ങിക്കിടക്കുന്നതിനെ ഉണർത്തണമെങ്കിൽ നമ്മൾ നേരത്തെ എണീക്കണം. അതേപോലെ തന്നെ നമ്മൾ ഉറക്കേണ്ടതിനെ ഉറക്കണമെങ്കിൽ നമ്മൾ കൃത്യനിഷ്ഠമായിട്ട് ഉറങ്ങണം. ചിന്തകൾ കെട്ടടങ്ങിയാലേ ആരോഗ്യം നിലനിൽക്കുള്ളൂ. നമ്മൾ ചിന്തകളെ കെട്ടടക്കുന്നില്ല, അപ്പൊ നമ്മൾ ലേറ്റായിട്ട് കിടക്കുന്നു. അപ്പൊ ഉണരേണ്ട സമയത്ത്, എണീക്കേണ്ട സമയത്ത് ഉണരുന്നില്ല. അപ്പൊ നമ്മൾ പ്രകൃതിക്ക് വിരുദ്ധമായി ജീവിക്കുന്നു. പ്രകൃതിയിലെല്ലാം ഉണരുമ്പോൾ നമ്മൾ കടന്നുറങ്ങുന്നു, പ്രകൃതിയിലെല്ലാം കെട്ടടങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുന്നു. ടോട്ടലി കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ പ്രകൃതി വികൃതി കാണിക്കും. അത് നമ്മളിൽ കാണിക്കുന്ന വികൃതികളാണ് രോഗങ്ങളായിട്ട് മാറുന്നത്. നമ്മൾ ഉണ്ടാക്കിയതാണ്. പ്രപഞ്ച താളം നമ്മുടെ ശരീരത്തിലും ഉണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഹാർട്ട് മിടിക്കുന്ന പോലെ തന്നെയാണ് ഭൂമിക്കടിയിലും മിടുപ്പുണ്ട്, ഭൂമിക്കും ഒരു മിടുപ്പുണ്ട്, ഭൂമിക്കും ഒരു താളമുണ്ട്. നമ്മുടെ ശരീരത്തിൽ രക്തം ഓടുന്ന പോലെ തന്നെയാണ് ഭൂമിയുടെ താളം, അല്ലെങ്കിൽ ഈ പുഴകളുടെ ഒക്കെ താളം. എല്ലാം പരസ്പരമായി ബന്ധിതമാണ്, ഒന്നും വ്യത്യസ്തമല്ല. നമ്മൾ അങ്ങനെ വ്യത്യസ്തരായി കാണാണ്. ഭൂമിയുടെ താളം നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മളെല്ലാം ആയിട്ട് എന്താ പറയാ, കണക്റ്റഡ് ആണ്. സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ
സൂര്യന്റെ ആ കിരണങ്ങൾ തട്ടുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. വീടിന്റെ ഉള്ളിലൂടെയൊക്കെ ആ കിരണങ്ങൾ പാസ് ചെയ്ത് വരുന്നുണ്ട്, ആ റേസുകൾ നമ്മുടെ ഉള്ളിലൂടെയൊക്കെ കടന്നു പോകും, നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മൾ എണീക്കുന്നില്ല. അതുകൊണ്ടോ നമുക്ക് ആ വേണ്ട ഊർജ്ജം ഇല്ലാത്തതുപോലെ തോന്നും. അപ്പൊ ശരീരവും വീക്കാവുന്നു, മനസ്സും വീക്കാവുന്നു. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്നൊക്കെ പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്, ഗീത വെറുതെ കേട്ടാൽ പോരാ, ഗീത നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണമെങ്കിൽ നമുക്കൊരു കൃത്യനിഷ്ഠമായ ജീവിതം ഉണ്ടാവണം. നിൽക്കട്ടെ, ഇനി നമ്മൾ അറിയേണ്ടത് കൃഷ്ണൻ പറയുന്ന വേറൊരു സത്യം. അതെന്താണ്? നമുക്ക് നോക്കാം 14-ാം ശ്ലോകത്തിലേക്ക്. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദാം ആഗമാപായിനോ നിത്യാ താം തിദിക്ഷസ്വ ഭാരത. ഒന്നുകൂടി വായിക്കാം, എല്ലാവരും ഒരുമിച്ച് വായിക്കണം. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദാം ആഗമാപായിനോ നിത്യാ താം തിദിക്ഷസ്വ ഭാരത. വളരെ വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്, ജീവിതത്തിന്റെ പരമസത്യങ്ങളാണ് കൃഷ്ണൻ പറഞ്ഞിരുന്നത്. അതാണ് എനിക്ക് ഭഗവത്ഗീതയുടെ ഇത്ര ആദരവ്. മറ്റു മതഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണെങ്കിൽ, കാരണം ദൈവം ആരാളോട് ഇങ്ങനെ പറഞ്ഞു, ദൈവം മറ്റൊരാളോട്, ഇതൊന്നുമല്ല ഇവിടെ പറയാനുള്ളത്, ജീവിത സത്യങ്ങളാണ്. നോക്കൂ നിങ്ങൾ, മാത്രാ സ്പർശം. മാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്ര നേരത്തേക്ക്, കുറച്ചു നേരം മാത്ര. ഈ മാത്ര എന്ന് സംസ്കൃതത്തിൽ പറയുന്ന അളവ്, എന്താ പറയാ, സമയത്തിനെയാണ്. ഒരു മാത്ര. നമ്മൾ പറയില്ലേ, ഒരു ഓള കണ്ണടച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു മാത്ര പോലും. അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ പോലും ഈ മാത്ര എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. എന്താ പറയാ, സമയത്തിനെ കണക്കാക്കിക്കൊണ്ട്. അപ്പം മാത്ര സ്പർശം, ഒരു മാത്ര നേരത്തേക്ക്. തമിഴിലാണ് മാത്രയ്ക്ക് എന്താ പറയാ, ഒരു ടാബ്ലറ്റ് എന്ന് പറയാം. മാത്ര എന്ന് പറഞ്ഞാൽ മരുന്നിനെയാണ് അവർ പറയാം. എന്താ സംസ്കൃതത്തിൽ മാത്ര എന്ന് പറഞ്ഞാൽ അളവ്, സമയം. അതായത് കുറച്ച് സമയത്തേക്കാണ് മാത്ര സ്പർശം നമ്മളെ സ്പർശിക്കുന്നത്. എന്താണ്? ശീതോഷ്ണ സുഖദുഃഖത. ശീത ഉഷ്ണ സുഖ ദുഃഖത. ഇപ്പൊ ശീതം എന്ന് പറഞ്ഞാൽ തണുപ്പ്, തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ എ സിയിൽ കിടന്ന ശരീരത്തിൽ തണുപ്പ് അടിക്കും. ഉഷ്ണം, എ സി ഒക്കെ ഓഫായി, അല്ലെങ്കിൽ ലൈറ്റ് പോയി, കറണ്ട് പോയി, ഫാൻ നിന്നു, അല്ലെങ്കിൽ നല്ല ചൂടുള്ള സമയം നമ്മുടെ ശരീരത്തിൽ ചൂടടിക്കും. അപ്പൊ ഒരു കുറച്ചു നേരത്തേക്ക് പറഞ്ഞാൽ നമ്മൾ ആ അന്തരീക്ഷവുമായി എത്ര എക്സ്പോസ് ചെയ്തിരിക്കുന്നു അത്രയും നേരം. പിന്നെ സുഖദുഃഖങ്ങൾ, ഇതൊക്കെ മാത്ര എന്ന് പറഞ്ഞാൽ കുറച്ചു നേരത്തേക്ക്. ഇതെല്ലാം ആഗമ വന്നതാണ്, അപായിനോ പോകുന്നതാണ്. അതുകൊണ്ട് താം അതിനെ തിദിക്ഷ ചെയ്താലും. തിദിക്ഷ എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാം സഹിക്കുക എന്നാണ് പൊതുവെ അർത്ഥം പറയാം. ഇവിടെ സഹിക്കുക എന്നല്ല, ഇതിനെയൊക്കെ ഉൾക്കൊണ്ടാലും അല്ലെങ്കിൽ ഇതിനെയൊക്കെ പുഞ്ചിരിയോടുകൂടി നമ്മൾ നേരിട്ടാലും, ഇതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നതാണെന്ന അറിവോടുകൂടിയിട്ട് അതിനെ അഭിമുഖീകരിച്ചാൽ, ഫേസ് ചെയ്താൽ, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം വന്നു പോകുന്നതാണ്. ഈവൻ ദിസ് വിൽ പാസ് അവേ. നിങ്ങളൊരു സ്റ്റോറി കേട്ടിട്ടും അറിയില്ല, പണ്ട് ഒരു രാജാവ് വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ജീവിച്ചു. അയാൾക്ക് പേടിയുണ്ട് പല കാര്യത്തിലും. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വളരെയധികം വേട്ടയാടിയപ്പോൾ മാനസികമായി തളർന്നുപോയ രാജാവ് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി പല പണ്ഡിതന്മാരോട് ചോദിച്ചു. ഞാൻ വളരെ ഹൈലി ഫ്രസ്ട്രേഷൻ ആണ്. അതിൻ്റെ ഇടയിൽ അയാളുടെ ഭാര്യ മരിച്ചു. അതും കൂടി ഒരു വലിയ ട്രാജഡിയായിട്ട് മാറി. അങ്ങനെ ദുഃഖത്തിന്റെ തീരെ ആഴക്കടലിൽ മുങ്ങിക്കിടക്കുന്ന രാജാവിന് ഇതിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല. അദ്ദേഹം ആകെ മാനസികമായിട്ട് താളം തെറ്റിയിരിക്കുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സന്യാസി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ മോതിരം അങ്ങ് അണിയണം, എന്നിട്ട് ഈ മോതിരത്തിൽ എഴുതിയ വാക്കുകൾ എന്നും വായിക്കണം. അപ്പൊ രാജാവ് ആദ്യത്ര ഗൗരവമായിട്ട് കണ്ടില്ല. പിന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു, രാവിലെ എണീറ്റിട്ട് ഈ മോതിരത്തിലുള്ള വരികൾ അങ്ങ് വായിക്കണം. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ പ്രകാരം രാവിലെ വായിച്ചു പോകും. അത് എഴുതിയിരിക്കുന്നത് അറിയൂ, ഈവൺ ദിസ് മൊമെന്റ് വിൽ പാസ് അവേ, ഈവൺ ദിസ് വിൽ പാസ് അവേ. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു, ഒന്നും സ്ഥായിയായിട്ട് നിൽക്കുന്നില്ല. നമ്മളൊക്കെ നോക്കും, കുട്ടിക്കാലത്ത് എത്ര സുഹൃത്തുക്കളായിരുന്നു സ്കൂളിൽ. നമ്മളൊന്നും വിചാരിച്ചത്, ചില കുട്ടികളൊക്കെ ഉണ്ടാവും, ലോവർ പ്രൈമറി സ്കൂൾ ഒരു സ്ഥലത്ത് പഠിച്ചു, അപ്പർ പ്രൈമറി സ്കൂൾ വേറെ സ്ഥലത്ത് പഠിച്ചു,
ഹൈസ്കൂൾ വേറെ പഠിച്ചു, കോളേജ് വേറെ പഠിച്ചു, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ വേറെ പഠിച്ചു. എത്ര സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ പറിച്ചു നട്ടിട്ടുള്ളത്. അപ്പൊ നമ്മളൊക്കെ എന്താ വിചാരിച്ചത്, നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സിനെ വിടാൻ വലിയ പാടായിരിക്കും. കാരണം അത്ര നമ്മൾ അടിച്ച് കളിച്ച് പൊളിച്ച് ജീവിച്ച ആ ഫ്രണ്ട്സിനെ വിടൽ അത്ര ഉണ്ടല്ല. പിന്നെ അത് കഴിഞ്ഞ് കോളേജിലെത്തുമ്പോൾ ഓ മൈ ഗോഡ്, നമ്മുടെ കൂടെ ശരിക്കും ഡാൻസ് പാട്ടും കൂട്ടുമായിട്ടുള്ള ഫ്രണ്ട്സ്, നമ്മൾ വിചാരിച്ചു അവരെയും നമുക്ക് വിടാൻ പാടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആളുകൾ ജോലി സ്ഥലത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോൾ എല്ലാവരും ഓ സുന്ദരൻ ഞാൻ സുന്ദരി നീയും ചേർന്നിരുന്നാൽ പിരിയാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ നോക്കും നിങ്ങൾ, മുന്നോട്ട് പോകും തോറും ഒട്ടും വേർപിരിയാൻ പറ്റില്ല എന്ന് പറയുന്നൊക്കെ വേർപിരിഞ്ഞ് അകലുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ കുറച്ചു കാലം മാത്രമേ നിൽക്കുന്നുള്ളൂ, കാലം നിലനിർത്തുന്നുള്ളൂ. ഇതെല്ലാം ആഗമ പായിനു അനിത്യ, ഇതെല്ലാം വന്നും പോയും കൊണ്ടിരിക്കുന്ന ഒരു വിഷ്യസ് സർക്കിളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴാണ് നമുക്ക് പേടി, ദുഃഖം, വിഷമം, കഴിഞ്ഞു പോയതിനെ ഓർക്കുമ്പോൾ ദുഃഖം, വരാൻ പോകുന്നതിനെ ഓർക്കുമ്പോൾ ഭയം, ആൻസൈറ്റി ഉണ്ടാകുന്നു. കാരണം നമുക്കിതൊന്നും സ്ഥിരമല്ല. ദൈവം എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനാണ് ബന്ധങ്ങളൊക്കെ തകർക്കുന്നത്? എന്തിനാണ് എല്ലാം നശിപ്പിക്കുന്നത്? എന്തിനാണ് എല്ലാം തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത്? എന്തിനാണ് എന്നെ ഒറ്റപ്പെടുത്തുന്നത്? ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ ദൈവത്തോട് മനുഷ്യൻ ചോദിക്കുകയാണ്. കാരണം ഉത്തരമില്ല മനുഷ്യന്. വൈ ദിസ് ഇസ് ഹാപ്പനിങ്? കാരണം കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല നമുക്ക് പറയാനും എളുപ്പമാണ്. പക്ഷെ കൂടെയുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഏകാന്തത വരുമ്പോൾ, ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ വരുമ്പോൾ, ആരുമില്ലെന്ന് തോന്നുമ്പോൾ അന്ന് ഈ വരികളൊന്നും മനുഷ്യന്റെ മനസ്സിലില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്നേഹം എന്തായിരുന്നു. ഞാൻ ഒരിക്കലും നിന്നെ വേർപിരിയില്ല, നീ ഒരിക്കലും എന്നെ വേർപിരിയില്ല. ഓ നിങ്ങൾ മരിക്കുമ്പോൾ ഞാനും മരിക്കും, നമുക്ക് ഒരുമിച്ച് മരിച്ചാൽ മതി. ഭാര്യ ഭർത്താക്കന്മാർ പറയണതാണ്, നിങ്ങൾ കൂടെ ഞാനും മരിക്കുന്നു. എവിടെ മരിക്കുന്നു? ആരും മരിച്ചിട്ടില്ല ഇത്രയും കാലം. അപ്പൊ ഇതൊക്കെ വെറും തോന്നലുകളായിട്ട്, ഇമാജിനേഷൻസ് ആയിട്ട് മനസ്സിൽ അങ്ങനെ കടന്നു പോകുമ്പോൾ കാഴ്ചകൾ നമ്മളെ സംബന്ധിച്ച് സിനിമ കണ്ട് ഇറങ്ങുന്ന പോലെയാണ്. ഒരു ജീവിതം നമ്മൾ കണ്ടിറങ്ങിയത് പോലെ നമ്മളപ്പോഴും പുറത്തേക്ക് വരുമ്പോൾ നമ്മളുണ്ട്, പക്ഷെ സിനിമയില്ല. അതവിടെ കഴിഞ്ഞു, നമ്മൾ വേറെ ലോകത്തിലായിരുന്നു. അതെല്ലാം ആഗമ പായിനു അനിത്യ. സിനിമ കാണുന്ന സമയത്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുന്നു, ആരുടെയോ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നു. ആ സിനിമ കഴിഞ്ഞോടുകൂടി നമ്മൾ വീണ്ടും പഴയ ലോകത്തിൽ. നമ്മൾ പുറത്തു വന്ന് നോക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് സിനിമയ്ക്ക് പോയതെങ്കിൽ ഒറ്റപ്പെട്ട ആള് തന്നെ. നേരത്തെ ആരുടെയൊക്കെയോ കൂടെയായിരുന്നു, ഏതിൻ്റെയൊക്കെയോ കൂടെയായിരുന്നു. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. പിന്നെ നടന്നു പോകുമ്പോൾ ആ ഒരു ഏകാന്തത നമ്മുടെ കൂടെ എങ്ങനെ വരികയാണ്. ഓ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ. ഇപ്രകാരം നമ്മളെ ജീവിതത്തിൽ എല്ലാം വന്നും പോയും ഇരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പലരും അത്തരം അനുഭവങ്ങളിൽ തളർന്നു പോകുന്നു. കാരണം അവർക്ക് നഷ്ടപ്പെട്ടതിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് വരാൻ പോകുന്നതിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. നഷ്ടപ്പെട്ടതുപോയത് അവരെ ജീവിതം തകർത്തതുപോലെ, ഇനി എനിക്കെന്ത് ജീവിതം, എല്ലാം പോയില്ലേ, ഇനി ഞാൻ എന്തിന് ജീവിക്കണം എന്ന് പറയുന്ന ആളുകൾ. ഇതെല്ലാം അവരുടെ അപക്വമായ പെരുമാറ്റമാണെന്ന് അവർ അറിയുന്നില്ല. കാരണം പ്രകൃതിയുടെ ഇത്തരം വികൃതികൾ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. ആഗമ പായിനു അനിത്യ എന്ന് കൃഷ്ണൻ പറഞ്ഞതിന് ശേഷമാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് ദ യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റന്റ്ലി മൂവിങ്, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഫ്ലക്സ്, ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി മൂവിങ്. ഈ യൂണിവേഴ്സ് എപ്പോഴും നിരന്തരം ചലനാത്മകമാണ്. ആഗമ പായിനു അനിത്യ കൃഷ്ണൻ പറഞ്ഞതിനപ്പുറം ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളൂ. ചിന്തിക്കും നിങ്ങൾ. അപ്പൊ ഈ തരത്തിൽ ഭാരതത്തിൽ ഋഷിവര്യന്മാര് കണ്ടെത്തിയ സത്യങ്ങൾ അവർ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതെല്ലാം പോകും എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുകയില്ല. നിങ്ങൾ കണ്ടിട്ടാം ഗീതയുടേതെന്ന് പറയുന്ന ചില പോസ്റ്ററുകളൊക്കെ പണ്ട് വീടുകളിലൊക്കെ ആൾക്കാർ കൊണ്ട് ഒട്ടിക്കാറുണ്ട്. നിങ്ങൾ കൊണ്ടുവന്നു, നിങ്ങളുടേതൊന്നും നിങ്ങൾ കൊണ്ടുവന്നല്ല, നിങ്ങളുടെ ഒന്നും നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല, അതുകൊണ്ട് നീ ഉള്ളതിനെ കുറിച്ച് ദുഃഖിക്കേണ്ട, ഇല്ലാത്തതിനെ കുറിച്ച് ദുഃഖിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ ചില പോസ്റ്റർ. ഇതൊന്നും ഗീതയുമായി ബന്ധപ്പെട്ടല്ല. കൃഷ്ണൻ പഠിപ്പിക്കുന്നത്, നിങ്ങളോട് പറയുന്നത്, നാം എന്ന് പറയുന്നത് ഇതെല്ലാം കാണുന്ന അറിയുന്ന ഒരു അനന്തബോധമാണ്. നമ്മളെന്ന് പറയുന്ന ഒരു സ്ക്രീനിലാണ് ഇതെല്ലാം വന്നു പോകുന്നത്. വന്നു പോകുന്നതിൽ ആണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ തളരാം. വന്നു പോകുന്നതിനെ അറിയുന്നതിലാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ജീവിതത്തെ കാണാം. കാരണം നമുക്ക് ജീവിതത്തിന്റെ അടിസ്ഥാനം മനസ്സിലായി. എനർജി ഈസ് ദ റൂട്ട്, എനർജി ഈസ് ദ ബേസ്, എനർജി ഈസ് ദ സബ്സ്ട്രാക്ട്, എനർജി ഈസ് ദ ഫൗണ്ടേഷൻ ആൻഡ് ഇറ്റ് ഹാസ് നോ എനി കൈൻഡ് ഓഫ് ഡിസ്ട്രക്ഷൻ. അതിനൊരിക്കലും നാശമില്ല. പിന്നെ എന്തിനാ നമ്മൾ ദുഃഖിക്കുന്നത്? പിന്നെ ഈ പുറമേ ഉള്ള കാഴ്ചകൾ വന്നു പോകുമ്പോൾ
നമ്മൾ ദുഃഖിക്കേണ്ടതുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതൊരു എനർജിയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടത്? ആ എനർജിക്ക് നാശമില്ല. പിന്നെ ബാക്കിയുള്ളതെല്ലാം വരുന്നു പോകുന്നു. അതെങ്ങനെ അപ്രത്യക്ഷമാകുന്നു, വീണ്ടും വരുന്നു. അതാ രസം. നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നത് എന്താ? വാസ്തവത്തിൽ ബന്ധങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പക്ഷെ ആ സ്നേഹം നഷ്ടപ്പെടുന്നില്ല. ഉണ്ടോ? ആ സ്നേഹം നമുക്ക് വേറെ ചിലർക്ക് കൊടുത്തൂടെ? ഒരാൾ മകനെ സ്നേഹിച്ചു, മകൻ മരിച്ചുപോയി, ആ ആള് ദുഃഖിക്കുകയാണ്, മകൻ മരിച്ച ദുഃഖത്തിൽ. ആ മകന് കൊടുത്ത സ്നേഹം വേറെ ആൾക്ക് കൊടുത്തൂടെ? അതയാൾ ചിന്തിക്കുന്നില്ല. ഭാര്യ മരിച്ചുപോയി, ഭാര്യ മരിച്ചോ ദുഃഖത്തിൽ ദുഃഖിച്ച് ജീവിക്കുകയാണ്. നിങ്ങൾ ആ സ്നേഹം വേറൊരു ഭാര്യയ്ക്ക് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. മറ്റുള്ള സമൂഹത്തിൽ എത്രയോ പാവപ്പെട്ട ആളുകളിൽ അവരുടെ നേരെ സ്നേഹം കാണിക്കും. അതുപോലെ ഭർത്താവ് മരിച്ചു, ആ സ്നേഹം വേറെ കാര്യത്തിൽ കാണിക്കും. ഇങ്ങനെ നമ്മുടെ സ്നേഹം വികസിപ്പിക്കുക. അതുപോലെ ഈശ്വരനോട് കൂടുതൽ സ്നേഹം കാണിക്കുക. അതായത് നിങ്ങളുടെ ഉപാസനാദി സംസ്കാരങ്ങളോട് നിങ്ങൾ കൂടുതൽ സ്നേഹം കാണിക്കും, അതിലേക്ക് കൂടുതൽ മനസ്സിലാക്കിക്കും. അപ്പോഴൊക്കെ കാണാൻ നിങ്ങൾക്ക് ആ ഊർജ ശക്തി, നിങ്ങൾക്ക് തരുന്ന പ്രേരണയും പ്രചോദനവും ശക്തിയും അത് അനന്തമായിരിക്കും. നിങ്ങൾ ഒരിക്കലും തളരുകയില്ല. താം തിദിക്ഷ ഭാരത. തിദിക്ഷ എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ സഹിക്കുക എന്നല്ല. സഹിക്കുക എന്നതല്ല ഭാരതീയരുടെ ആദർശം തന്നെ. അതെല്ലാം വീക്കായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഋഷിവര്യന്മാര് പറയുന്നത് സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം സഹിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയത് മലയാളത്തിലുള്ള സഹിക്കലല്ലത്, അപ്രതീകാരപൂർവകം. കാരണം ഇവിടെ നമ്മൾ സഹിക്കുന്നതൊക്കെ ഉള്ളിൽ പ്രതിഷേധിച്ചും പ്രതികരിച്ചിട്ടുമാണ്. എന്നാൽ അപ്രതീകാരപൂർവകം സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതിനെ ആക്സെപ്റ്റ് ചെയ്ത് ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊരു പരമമായ ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ കാണുന്നത്. ഒരു നാശമില്ലാത്ത ഊർജത്തിൽ പല അനുഭവങ്ങൾ അങ്ങനെ വന്നും നിന്നും മറഞ്ഞും പോകുന്നു. ഒരു സ്ക്രീനിൽ എപ്രകാരമാണോ സിനിമ വന്നു പോകുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ചിന്തകളുടെ രൂപത്തിൽ അനുഭവങ്ങൾ വരുന്നു. ആ ചിന്തകളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ആ ചിന്തകൾ സ്വാധീനിക്കുന്നതുകൊണ്ട്, ചിന്തകൾ ബോധത്തെ സ്വാധീനിക്കുന്നതുകൊണ്ടാണ് ദുഃഖം തരുന്ന ചിന്തകൾ സ്വാധീനിക്കുമ്പോൾ നമ്മൾ ദുഃഖിയായി തീരുന്നു. സുഖം തരുന്ന ചിന്തകൾ സ്വാധീനിക്കുമ്പോൾ നമ്മൾ സുഖിയായി തീരുന്നു. വാസ്തവത്തിൽ നമ്മൾ സിനിമ കാണുന്നതിനെയാണ് ഉള്ളിൽ സംഭവിക്കുന്നത്. നിങ്ങളൊരു തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ നിങ്ങൾ ആ സിനിമയിൽ സ്വാധീനിക്കപ്പെടുകയാണ്. ആ കഥയിലേക്കും അഭിനയത്തിലേക്ക് സ്വാധീനിക്കപ്പെടുമ്പോൾ ആ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് നിങ്ങളെ സ്വാധീനിക്കും. അവർ ചിരിച്ചാൽ നിങ്ങൾ ചിരിക്കും, അവിടെ കരഞ്ഞാൽ നിങ്ങൾ ഉള്ളിൽ കരയുന്നുണ്ട്, പുറമേക്ക് കാണുന്നില്ല എന്നത്. അത് നിങ്ങളെ സ്വാധീനിക്കുന്ന പോലെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ സ്വാധീനിക്കും. ആരാ നിങ്ങളെന്ന ബോധത്തെ സ്വാധീനിക്കുന്നു. അപ്പൊ ആ ബോധത്തിലേക്ക് ആ ചിന്തകൾ സ്വാധീനിക്കപ്പെടുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങളായി മാറും. അപ്പൊ സുഖം നിങ്ങളെ സ്വാധീനിച്ചാൽ നിങ്ങൾക്ക് സുഖമായി തോന്നും എല്ലാം. നിങ്ങളെ ദുഃഖം സ്വാധീനിച്ചാൽ ദുഃഖമായി തോന്നും. എല്ലാം നിങ്ങളെ സ്വാധീനിക്കുമ്പോഴാണ്. നിങ്ങൾ നോക്കൂ, തണുപ്പ് നിങ്ങൾ AC റൂമിലിരുന്ന തണുപ്പ്. ആ സമയത്ത് നിങ്ങൾ കാലിൽ സോക്സും അതുപോലെ തന്നെ നല്ല കൂളനായിട്ടുള്ള നല്ലൊരു സ്വെറ്റർ അങ്ങനെ കെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര തണുപ്പ് തോന്നില്ല. കാരണം നിങ്ങളെ ശരീരത്തെ അത് സ്വാധീനിക്കാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഘോരമായ തണുപ്പ് അനുഭവം. നേരെ മറിച്ച് ഡ്രസ്സൊക്കെ അഴിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് AC റൂമിൽ ഇരുന്ന് തണുത്ത് വിറയ്ക്കും. നിങ്ങൾ പറയും യോ ഭയങ്കര തണുപ്പ്. കാരണം അത് നിങ്ങൾ സ്വാധീനിക്കുന്നു. കാരണം നിങ്ങളുടെ ശരീരം അതിനെ സ്വാധീനിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ നമ്മുടെ ബോധത്തെ ചിന്തകളാൽ സ്വാധീനിക്കാൻ നമ്മൾ അനുവദിക്കുമ്പോൾ നമ്മൾ തളർന്നേ പറ്റുള്ളൂ. അത് നമ്മളുണ്ടാക്കിയ പ്രശ്നമാണ്. അപ്പൊ ചിന്തകൾ ബോധത്തെ സ്വാധീനിക്കുന്നതിന് കാരണം ആ ബോധത്തെ നമ്മൾ ആ സ്വാധീനിക്കുന്ന ചിന്തകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേറൊന്നും ചെയ്യുന്നില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കൃത്യനിഷ്ഠയും ഭാവനയും ചെയ്തു നോക്കൂ. ഡെയിലി നിങ്ങളുടെ രൂപത്തെ ധ്യാനിച്ച് കുറച്ചു നേരം ധ്യാനം പരിശീലിക്കുമ്പോൾ, നിങ്ങൾ ഭാവന ഡെവലപ്പ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ ഭാവന സ്വാധീനിക്കുന്നതോറും ഭാവങ്ങളുടെ സ്വാധീനം കുറയും. അതാണ് അതിന്റെ തിയറി. ഭാവന സ്വാധീനിക്കുമ്പോൾ ഭാവത്തിന്റെ സ്വാധീനം, ഭാവം എന്ന് പറഞ്ഞാൽ ദുഃഖഭാവം, ഭയഭാവം, വിഷാദഭാവം, വിഷമഭാവം, ഇതൊന്നും നിങ്ങളെ സ്വാധീനിക്കില്ല. അപ്പൊ അതിനാണ് നിങ്ങൾ ഡെയിലി കുറച്ച് സമയം ഇരുന്ന് ധ്യാനം, ഭാവന പരിശീലിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങൾ പരിശീലിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമ പായനു അനിത്യ താം തിദിക്ഷുസ്സ ഭാരത. നിങ്ങളുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ജയവും പരാജയവും മാനവും അപമാനവും എല്ലാം വരും നിങ്ങളുടെ ജീവിതത്തിൽ. അതെല്ലാം നിങ്ങൾക്ക് വന്നു പോകുന്ന കാഴ്ചകളായിട്ട്, അനുഭവങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊന്നും നിങ്ങളെ സ്വാധീനിക്കുകയില്ല. കാരണം നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് കൂടുതൽ ബോധമുള്ള മനസ്സായിരിക്കും. രണ്ടു തരം മനസ്സാണ് മനുഷ്യർക്കുള്ളത്.
നമ്മൾ കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പോലെ ഭാരതീയ ഋഷിവര്യന്മാർ പറയും നമുക്ക് രണ്ടു തരം മനസ്സുണ്ട്. ഒന്ന് ഭാവനയുള്ള മനസ്സും ഭാവമുള്ള മനസ്സും. ഇത് നിങ്ങൾ മറക്കരുത്. ഭാവനയുള്ള മനസ്സിന് എല്ലാം നേരിടാനുള്ള കഴിവ്. ഭാവമുള്ള മനസ്സ് എല്ലാറ്റിലും സ്വാധീനിക്കപ്പെട്ട് ദുർബലമായ മനസ്സ്. നിങ്ങളുടെ മനസ്സ് ഏതാണ്? ഭാവം നിറഞ്ഞ മനസ്സാണോ ഭാവന നിറഞ്ഞ മനസ്സാണോ? ഭാവന ബോധവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ബോധത്തോടുകൂടി നിങ്ങൾക്ക് ഭാവന ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ബോധമുള്ളവരാണ് ഭാവനാത്മകമായി ധ്യാനം ചെയ്യുന്നത്. ഭാവം എന്ന് പറയുന്നത് ബോധവുമായി അതിന് ബന്ധമില്ല, അത് ബോധത്തെ സ്വാധീനിക്കുകയാണ്. ഭാവം എന്ന് പറയുന്നത് ദുഃഖവും വിഷമവും വിഷാദവുമായ അനുഭവങ്ങളെ പലരെയും ആശ്രയിച്ചിരിക്കുകയാണ്. ആളുകളുടെ അടുത്ത് നിന്നാണ് ഭാവങ്ങൾ വരുന്നത്. ഇപ്പൊ നിങ്ങളൊരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഭാവമാകും. അവർ പുഞ്ചിരിച്ചാൽ നിങ്ങൾക്ക് സന്തോഷം, അവർ മുഖം വീർപ്പിച്ചാൽ നിങ്ങൾക്ക് ദുഃഖം. കാരണം അത് ഭാവമാണ്. അവരുടെ മനോഭാവം നിങ്ങളുടെ മനോഭാവമായി മാറി, നിങ്ങളുടെ മനസ്സിനെയും തട്ടി. അപ്പൊ നമ്മളിപ്പോൾ ഭാവത്തിലാണ്, ഭാവനയിലല്ല. ഭാവന അവരവരുടേതാണ്, ഭാവം പുറത്തു നിന്ന് വരുന്നതാണ്. ഇതിലേതാണ് നമുക്ക് വേണ്ടത്? ഭാവം വേണോ ഭാവന വേണം? തീർച്ചയായിട്ടും ഭാവമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരോടും നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഭാവന ഇല്ലാത്ത ഭാവമാണെങ്കിൽ നിങ്ങൾക്ക് തളരാം, തകരാം, നശിക്കാം. ഭാവനയുള്ളവർക്ക് ഈ ഭാവങ്ങളൊക്കെ വരുമ്പോഴും അതൊക്കെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട്, പരീക്ഷണങ്ങളായിട്ട് നമ്മൾ പറയും. എല്ലാം ജീവിതത്തിന്റെ ഓരോ പാർട്ട്, അത്രയേ ഉള്ളൂ. ആ രീതിയിൽ നമുക്ക് ഇതൊക്കെ വന്ന് നിന്ന് പോകുന്നതായി കാണാം. മനുഷ്യര് ആണുങ്ങളൊക്കെ മുടി വെട്ടുന്ന പോലെ, മുടി വളർന്നു പോയി വെട്ടി, അതിലൊരു ദുഃഖമില്ല. കാരണം അത് വീണ്ടും വളരും, അത് വീണ്ടും പോയി വെട്ടും. വെട്ടുമ്പോൾ ഒരു ദുഃഖമില്ല ആളുകൾക്ക്, കാരണം അത് വളരുമ്പോൾ ഒരു അസഹ്യതയാണ്. ഇതുപോലെ ആ വെട്ടണം എന്നുള്ളൊരു ഭാവന മനസ്സിൽ വെക്കുമ്പോഴാണ് പോയി വെട്ടുന്നത്. എന്നാൽ ഭാവം അങ്ങനെയല്ല. ഭാവം എന്നത് വളരെ സ്വാധീനിച്ച് നമ്മളെ തളർത്തുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങൾ വികസിപ്പിച്ചെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ ഇനിയും ഒരുപാട് ടിപ്പുകൾ നമുക്ക് ജീവിതത്തെ വിജയിപ്പിക്കാൻ വേണ്ടുന്ന മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമുക്കതെല്ലാം അടുത്ത ക്ലാസ്സിൽ ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.